നമസ്കാരം. കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മാരക മയക്കുമരുന്നായ MDMAയും കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി ഒരു യുവതി ഉൾപ്പെടെ 6 പേർ അറസ്റ്റിലായി. കൊച്ചിയിൽ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 സ്ഥലങ്ങളിലും ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽപ്പെട്ട ഓരോ സ്ഥലങ്ങളിൽ നിന്നുമായി മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി പോലീസും കൊച്ചി സിറ്റി ഡാൻസ് ഓഫും നടത്തിയ പരിശോധനകളിലാണ് മഹാരാഷ്ട്ര സ്വദേശിയായ യുവതിയെയും മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി സ്വദേശികളായ 5 യുവാക്കളെയും പിടികൂടിയത്. മട്ടാഞ്ചേരിയിലെ ഒരു പ്രമുഖ ഹോട്ടലിലും അയ്യൻ മാസ്റ്റർ ലൈനിലുള്ള ഒരു വീട്ടിലുമാണ് മട്ടാഞ്ചേരി പോലീസ് പരിശോധന നടത്തി മയക്കുമരുന്ന് പിടികൂടിയത്. മട്ടാഞ്ചേരി സ്വദേശി റിഫാസ് റഫീഖ് എന്നയാളെയും മഹാരാഷ്ട്ര പൂനെ സ്വദേശി ആയിഷ ഗഫാർ സെയ്ദ് എന്ന യുവതിയെയുമാണ് ഹോട്ടൽ മുറിയിൽ വെച്ച് പിടികൂടിയത്. ഇവരിൽ നിന്ന് 15 ലക്ഷത്തോളം വില വരുന്ന 300 ഗ്രാമിനടുത്ത് MDMAയും 6.8 ഗ്രാം കഞ്ചാവും 3 ലക്ഷത്തിനടുത്ത് രൂപയും കണ്ടെടുത്തു. അയ്യൻ മാസ്റ്റർ ലൈനിലുള്ള വീട്ടിൽ നിന്നും മട്ടാഞ്ചേരി സ്വദേശികളായ സജീർ, അദ്നാൻ, സവാദ് എന്നിവരെയും അവരുടെ പക്കൽ നിന്നും 29.16 ഗ്രാം MDMAയും 9.41 ഗ്രാം ഹാഷിഷ് ഓയിലും 4.64 ഹൈബ്രിഡ് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഫോർട്ട് കൊച്ചി ദ്രോണാചാരിക്ക് സമീപമുള്ള വീട്ടിൽ നിന്നും മട്ടാഞ്ചേരി സ്വദേശിയായ ഷഞ്ചൽ എന്നയാളെയും ഇയാൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്തിരുന്ന മുഹമ്മദ് അജ്മൽ എന്നയാളെയും പിടികൂടിയതിൽ നിന്ന് 13.51 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടികൂടി. പള്ളുരുത്തിയിലെ വെളിഭാഗത്ത് ബാദുഷ എന്നയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 100.89 ഗ്രാം MDMA ആണ് പിടികൂടിയത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അശ്വതി ജിജി IPS, മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കിരൺ ബേബി, നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അബ്ദുൾ സലാം KA എന്നിവരുടെ നിർദ്ദേശാനുസരണം മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷിബിൻ KA, പള്ളുരുത്തി പോലീസ് ഇൻസ്പെക്ടർ രതീഷ് ഗോപാൽ, സബ് ഇൻസ്പെക്ടർ അജ്മൽ, മട്ടാഞ്ചേരി സബ് ഇൻസ്പെക്ടർ ജിമ്മി ജോസ്, സബ് ഇൻസ്പെക്ടർ മിഥുൻ, ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നവീൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മയക്കുമരുന്ന് കണ്ടെടുത്ത് പ്രതികളെ പിടികൂടിയത്.